മൊണാലിസയുടെ വിവാഹം വൻ വിവാദമായിരിക്കുകയാണ്. അത് ഇന്നിപ്പോൾ സംസ്ഥാന സർക്കാർ മൊത്തം പെട്ടൊരവസ്ഥയിലേക്ക് എത്തി നിൽക്കുകയാണ്. എങ്ങനെ നോക്കുകയാണ് അതിനെ? അല്ല, സംസ്ഥാന സർക്കാർ പെട്ടെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ, സംസ്ഥാന സർക്കാർ അറസ്റ്റ് ചെയ്ത് ജയിലിടും. അല്ല, ഞാൻ പറയുന്നത് നോർമലി നമുക്കറിയാം, ഒരു ഒരു കുട്ടിക്ക് 18 വയസ്സ് തികഞ്ഞില്ല എന്നുണ്ടെങ്കിൽ പ്രോപ്പറായിട്ട് വെരിഫൈ ചെയ്യാനുള്ള ഒരു ദൗത്യം ആരുടെയാണ്? ഈ ഒരു പ്രോപ്പർലി രജിസ്റ്റർ ഓഫീസുകൾക്ക് അത് പ്രോപ്പറായിട്ട് വെരിഫൈ ചെയ്യാനുള്ള ഒരു ദൗത്യമില്ലേ? അല്ല, ഞാനൊരു കാര്യം നിങ്ങളോട് പറയട്ടെ. അതിൽ നിന്നൊക്കെ വളരെ എളുപ്പത്തിൽ ശരിക്കും പറഞ്ഞാൽ ആരെങ്കിലും ശിക്ഷിക്കപ്പെടാൻ പറ്റുമെങ്കിൽ അത് ഉദ്യോഗസ്ഥന്മാർ മാത്രമേ ശിക്ഷിക്കപ്പെടുള്ളൂ. ഇത് യഥാർത്ഥത്തിൽ വിവാദമാക്കുന്ന ആളുകളുടെ ഉദ്ദേശം എന്ന് പറയുന്നത് ഏതെങ്കിലും ഉദ്യോഗസ്ഥ ശിക്ഷിക്കപ്പെടണമെന്നുള്ളതല്ലല്ലോ. പകരം ആ വിവാഹത്തിൽ പങ്കെടുത്തത് ഒന്ന് ഗോവിന്ദൻ മാഷാണ്, രണ്ടാമത്തേത് ശിവൻകുട്ടിയാണ്. അപ്പോൾ ഇത്തരം ആളുകൾ പങ്കെടുത്തു എന്നുള്ളത് കൊണ്ടാണ് അവർക്കെതിരെയുള്ള ഒരു ആരോപണമായിട്ട് ഇത് ഉന്നയിക്കുന്നത്. നമ്മൾ ആരെങ്കിലും കല്യാണത്തിന് വിളിച്ചാൽ നമ്മൾ നേരെ തന്നെ എന്ത് ചെയ്യും, മറ്റേ പോകുന്നതിന് മുമ്പായിട്ട് നിങ്ങളുടെ മറ്റേ ആധാർ കാർഡോ അല്ലെങ്കിൽ ബർത്ത് സർട്ടിഫിക്കറ്റോ കാണിക്കാൻ പറയുമോ? ഇല്ല. ഒന്ന്. ഇനി രണ്ടാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത്, ഓക്കെ, അവരുടെ ഉദ്യോഗസ്ഥന്മാരൊക്കെ കൂടുതൽ അത് വേറൊരു സംസ്ഥാനത്തിൽ നിന്ന് വരുന്നതാവുമ്പോഴും കൃത്യം ഒരു ഏജ് ഒരു കാറ്റഗറിയിൽ നിലനിൽക്കുന്നതാവുമ്പോഴും കുറച്ചുകൂടി ജാഗ്രത പുലർത്തേണ്ടിയിരുന്നല്ലേ? ജാഗ്രത ആര് പുലർത്തണമെന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും ഇപ്പൊ വേണമെങ്കിൽ മന്ത്രി ശിവൻകുട്ടിയുടെ ഓഫീസോ അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ ഗോവിന്ദ മാഷിന് അങ്ങനെ ഓഫീസില്ല, പ്രൈവറ്റ് സെക്രട്ടറിമാരൊക്കെ 3-4 പേരുണ്ടെങ്കിലും പുലർത്തേണ്ടിയിരുന്നല്ലേ? ചെയ്യാൻ പറ്റില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ അദ്ദേഹത്തെ സംബന്ധിച്ചോളം ഇതൊന്നും ചെക്ക് ചെയ്യാൻ പറ്റില്ല. പക്ഷേ ശിവൻകുട്ടിയുടെ ഓഫീസിന് വേണമെങ്കിൽ ചെക്ക് ചെയ്യാം, ആ കാര്യം സംശയമൊന്നുമില്ല. അത് ജാഗ്രത. പക്ഷെ എന്ന് പറഞ്ഞിട്ട് അദ്ദേഹത്തെ ശിക്ഷിക്കാനോ അദ്ദേഹത്തെ ഒന്നും ചെയ്യാനോ പറ്റുമൊന്നുമില്ല. ഒന്ന്. ഇനി അടുത്ത കാര്യം എന്താ, അടുത്ത ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്താ, അത് നിങ്ങൾ മറച്ചു വെക്കുന്നത്, ഇത് വ്യാജമായിട്ട് ഒരു ജനന സർട്ടിഫിക്കറ്റ് ഈ കുട്ടി ഉണ്ടാക്കിയിരുന്നു. കുട്ടിയല്ല, ആ കുട്ടിയുടെ ഭർത്താവ് ഉണ്ടാക്കിയിരുന്നു. കുട്ടിക്ക് 16 വയസ്സായുള്ളൂ, വ്യാജമായിട്ടുള്ള ജനന സർട്ടിഫിക്കറ്റ്. പിന്നിൽ ദുരൂഹത ഉണ്ടാവോ? അല്ല, ദുരൂഹതയൊന്നുമില്ല. വ്യാജമായിട്ട് എങ്ങനെ സൃഷ്ടിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് പിന്നിൽ പല ദുരൂഹതയും ഉണ്ടാവില്ലേ? ഇവിടെ വ്യാജമായിട്ട് സ്റ്റാമ്പ് പേപ്പറുകൾ ഉണ്ടാക്കി നാട് മുഴുവൻ വെക്കുകയും ഏറ്റവും ഒടുവിൽ ആ സ്റ്റാമ്പ് പേപ്പറുകൾ അംഗീകരിക്കുകയും ചെയ്യേണ്ടി വന്ന ഒരു നാടാണ് നമ്മുടേത്. അപ്പൊ നാളെ ഇപ്പൊ നിഖിൽ തോമസ് എന്ന് പറയുന്ന ബികോം കഴിയാതെ എംകോമിൽ കായംകുളം MSN കോളേജിൽ പഠിച്ചില്ലേ? ഇതൊക്കെ ഈ നാട്ടിൽ സംഭവിക്കും. ഇപ്പൊ ആരെങ്കിലും പറ്റിക്കണമെന്ന് വിചാരിച്ചിറങ്ങി അവനൊരു ഫേക്ക് സർട്ടിഫിക്കറ്റ് കൊണ്ടുവന്നാൽ ആ ഫേക്ക് സർട്ടിഫിക്കറ്റ് നിങ്ങൾക്ക് കണ്ടെത്താൻ കഴിഞ്ഞില്ല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് വലിയ ക്രിമിനൽ കുറ്റമായി മാറുമെങ്കിൽ ഇവിടെ എല്ലാ ഉദ്യോഗസ്ഥന്മാരും പോയി ജയിലിൽ കിടന്നാണ്. അപ്പൊ അതൊന്നും വലിയ കാര്യമുള്ള കാര്യമല്ല. മനസ്സിലായോ? ഇവിടെ ഏതെങ്കിലും പോലീസുകാരൻ നമ്മുടെ മറ്റേ എല്ലാ സർട്ടിഫിക്കറ്റും കാണിക്കാൻ വരുമ്പോഴത്തേക്ക് പൊല്യൂഷൻ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ വ്യാജമായിട്ട് കൊടുത്ത് അവനത് കാണുമ്പോൾ തന്നെ മനസ്സിലാവും. ഇല്ല, ഇതൊക്കെ ഇത്രയൊക്കെ ഉള്ളു, അല്ലാതെ ഇതിനകത്ത് വലിയ സംഭവമൊന്നുമില്ല. പിന്നെ ആകെയുള്ള സംഭവം എന്ന് പറഞ്ഞാൽ ഈ മൊണാലിസയെ എന്ത് ചെയ്തു, ഇവിടെ കൊണ്ടുവന്ന് ഈ കല്യാണം കഴിക്കുമ്പോൾ തന്നെ ആളുകൾക്ക് വലിയ വിരോധം ഉണ്ടായിരുന്നു. അതെന്താ വെച്ചാൽ ഇവർ കുംഭമേളയിൽ സ്റ്റാറായ പെൺകുട്ടിയാണ്. ആ പെൺകുട്ടി ഉറപ്പായിട്ട് ഒരു മുസ്ലിം മതത്തിൽ നിന്നുള്ള ഒരു പുരുഷനെ കല്യാണം കഴിക്കുമ്പോൾ തന്നെ ഇവിടെ ആളുകൾക്ക് ഒരു വലിയ ബുദ്ധിമുട്ടുണ്ടായിരുന്നു. പ്ലസ് ആ ബുദ്ധിമുട്ടിനൊപ്പം എന്ത് ചെയ്തു, CPM നിന്ന് ചടങ്ങ് നടത്തി, CPM വലിയ നേതാക്കളിൽ നിന്ന് ചടങ്ങ് നടത്തി എന്ന് പറയുമ്പോഴേക്കും അത് വലിയ പ്രശ്നമുണ്ടായിരുന്നു. അത് മാത്രമല്ല, നമുക്കറിയാം ആ ഒരു പുരുഷന്റെ പിതാവ് തന്നെ പറയുന്നു, ഈ കുട്ടി ഞാൻ അംഗീകരിക്കില്ല, കാരണം ഈ കുട്ടി വേറെ മതത്തിൽപ്പെട്ടതാണ് എന്ന് പറയുന്നു, തുറന്നു പറയുന്നു. പിതാവ് എന്തിനാ അംഗീകരിക്കുന്നത്? ഇപ്പൊ ഞാൻ കല്യാണം കഴിക്കണം, താങ്കൾ കല്യാണം കഴിക്കുന്നത്, അർജുൻ വ്യക്തമായ ഒരു കാര്യം മനസ്സിലാക്കും. അർജുൻ കല്യാണം കഴിക്കുമ്പോൾ അർജുൻ അംഗീകരിച്ചാൽ മതി, അല്ല പിതാവ് അംഗീകരിക്കണമെന്ന്. അല്ല, ഒരു അങ്ങനെ തന്നെ അത്രമാത്രം ഒരു മതാധിപത്യ ശൈലിയിലുള്ള ഒരു കുടുംബമാണല്ലോ. അപ്പൊ അങ്ങനെ ഒരു കുടുംബമായിരിക്കും, അതിന് പിന്നിൽ പല ദുരൂഹതയും ഉണ്ടാകുമെന്ന് പലരും കരുതില്ലേ? ഈ ദുരൂഹത എന്ന് പറയുന്നത് മീഡിയ വണ്ട വാക്കാണ്. അത് വെറുതെ എടുത്ത് നമ്മൾ ഉപയോഗിക്കരുത്. കാരണം എന്തിലും ദുരൂഹത, ഇതിലെന്താ ദുരൂഹത ഉള്ളത്? ഞാൻ ചോദിക്കുന്ന ഒരു കാര്യം, ദുരൂഹത കണ്ടെത്തുന്നതെന്ന് വെച്ചാൽ മതവെറി തലക്ക് പിടിച്ചിട്ടുള്ള ആളുകളാണ് ദുരൂഹത കണ്ടെത്തുന്നത്. ഞാൻ ചോദിക്കുന്നത് സിമ്പിൾ. അല്ല, നമ്മുടെ നാട്ടിൽ പോലും മിശ്ര വിവാഹം കഴിക്കാൻ വേണ്ടി ബുദ്ധിമുട്ടുന്ന ഒരുപാട് കപ്പിൾസിനെ നമുക്കറിയാമല്ലോ, അല്ലേ? അങ്ങനെ ഒരു സാഹചര്യമാണ് നമ്മുടെ നാട്ടിൽ പോലും നിലനിൽക്കുന്നത്. മുമ്പോ നേരത്തെ അങ്ങനെ ഉണ്ടായിരുന്നില്ല. ഏത് കേരളത്തിലാ? കേരളത്തിൽ മുമ്പ് ഞാനിപ്പോ വേണമെങ്കിൽ പേരൊരു 5 പേര് പറഞ്ഞുതരാം. DYFIയുടെ, SFIയുടെ, അതുപോലെ തന്നെ ഈ പറയുന്ന പോലെ. അല്ല, നമ്മൾ ഒരു 5 പേരല്ലല്ലോ, നമ്മളൊരു പൊതുസമൂഹത്തിന്റെ കാര്യം. പൊതുസമൂഹത്തിൽ സാധാരണയായ ഒരു ബുദ്ധിമുട്ടൊക്കെ ഉണ്ട്. ആർക്കാണ് ഈ ബുദ്ധിമുട്ടെന്ന് വെച്ചാൽ പാവപ്പെട്ട ആളുകൾക്ക് മാത്രമേ ബുദ്ധിമുട്ടുള്ളൂ. അതായത് സമ്പന്നരായിട്ടുള്ള വലിയ കുഴപ്പമില്ലാത്ത ആളുകൾക്ക്, കുഴപ്പമില്ലാത്ത ആളുകൾക്കൊന്നും ബുദ്ധിമുട്ടില്ല. ഒരിടക്ക് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പൊ CPMന്റെ നേതാക്കന്മാരൊക്കെ ഇത്തരത്തിൽ മറ്റു മതങ്ങളിൽ നിന്ന് കല്യാണം കഴിക്കുമ്പോൾ അല്ലെങ്കിൽ അത്തരത്തിലുള്ള കാര്യങ്ങൾ ഉണ്ടാകുമ്പോൾ അത് വലിയ പുരോഗമനപരമായിട്ടുള്ള നിലപാടായിട്ടാണ് കണക്കൂട്ടിയിരുന്നത്. പക്ഷെ ഇപ്പൊ അതെന്തായി എന്ന് മാത്രം, ലൗകികതായി മാറി എന്നുള്ളത് മാത്രമേ ഉള്ളൂ. മനസ്സിലായി? നമ്മൾ കുറെ കൂടി റിജിഡ് ആയിട്ടുള്ള, കർക്കശക്കാരായിട്ടുള്ള ഒരു മതസമൂഹമായി നമ്മൾ മാറി. അതിന്റെ ഏറ്റവും പ്രകടമായിട്ടുള്ള ഉദാഹരണമുണ്ട്. ഇപ്പൊ നേരത്തെയൊക്കെ തന്നെ TV-കളിൽ മാട്രിമോണിയുടെ പരസ്യം കാണിക്കുമ്പോൾ ഒരിക്കലും നായർ മാട്രിമോണി, ഈഴവ് മാട്രിമോണി ഇതെന്ന് പറഞ്ഞ് പരസ്യം കാണിക്കുന്നുണ്ടായില്ല. ഇപ്പൊ അതിനുള്ള സ്കോപ്പ് വളരെ കൂടി എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അപ്പൊ അതിനെതിരെയുള്ള ഒരു ചെറുത്തുനിൽപ്പ് കൂടിയായിട്ടാണ് CPMഉം അതുപോലെ തന്നെ ഈ പറയുന്ന പോലെ മന്ത്രി ശിവൻകുട്ടിയും ഗോവിന്ദ മാഷൊക്കെ കല്യാണത്തിൽ പങ്കെടുത്ത്. പിന്നെ ആ കല്യാണത്തിൽ പങ്കെടുക്കുമ്പോൾ അവർക്കറിയില്ലല്ലോ ഈ കുട്ടിക്ക് 16 വയസ്സേ ഉള്ളൂ എന്നുള്ളത്. അവർക്ക് എന്ത് ചെയ്യാൻ പാടില്ല, അറിയാൻ
പാടില്ല. പിന്നെ അതിൽ രണ്ട് കാര്യങ്ങളുണ്ട്. ഒന്ന്, ഒരു വിഭാഗത്തിൽ നിന്ന് ഇത്തരത്തിലുള്ള ഒരു കല്യാണം നടത്തിക്കൊണ്ട് ഒരു മുസ്ലിം യുവാവ് കല്യാണം കഴിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു പെൺകുട്ടിയെ പ്രൊട്ടക്ട് ചെയ്യുന്നു എന്ന് പറയുമ്പോൾ ഒരു മൈനോറിറ്റി ഗ്രൂപ്പിനോടൊപ്പം നിൽക്കുന്നു എന്ന് പറയുന്ന ഒരു അഡ്വാൻറ്റേജ് കൂടി അതിനകത്ത് കാണുന്നുണ്ടാവും, ഇല്ലെന്നൊന്നും ഞാൻ പറയുന്നില്ല. അറ്റ് ദ സെയിം, പക്ഷെ അതെന്നും CPM-ന്റെ നിലപാടായിരുന്നു, അതുകൊണ്ട് നമുക്ക് അവർ തെറ്റു പറയാനും പറ്റില്ല. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ഇതിനെതിരെ നിൽക്കുന്നവർ BJP-ക്ക് ഇതിനകത്ത് എന്ത് ചെയ്യുന്നു എന്ന്, ഈ പറയുന്ന കുംഭമേളയിൽ വെച്ച് വൈറലായ ഒരു പെൺകുട്ടിയെ ഒരു മുസ്ലിം സമുദായത്തിൽ നിന്നുള്ള ഒരു പയ്യൻ കല്യാണം കഴിക്കുന്നതിന് അവരെന്ത് ചെയ്യുന്നില്ല, ഇഷ്ടപ്പെടുന്നില്ല. ഇപ്പൊ താങ്കളടക്കമുള്ള ആളുകൾ നമ്മൾ എന്തിനാണ് അങ്ങനെയൊക്കെ ചിന്തിക്കുന്നത്? ആ പെൺകുട്ടിയുടെ അച്ഛൻ അംഗീകരിച്ചോ, മുത്തച്ഛൻ അംഗീകരിച്ചോ, മറ്റേ അമ്മ അംഗീകരിച്ചോ എന്നൊക്കെ ചിന്തിക്കുന്നത് ആദ്യം ഒരു പ്രോഗ്രസീവ് ഫാമിലിക്ക് മാത്രമേ ഇത്തരത്തിലുള്ള വിവാഹങ്ങൾ നടത്താൻ കഴിയുള്ളൂ. ഇപ്പൊ നമുക്കറിയാം, പ്രോഗ്രസീവ് ഫാമിലി അല്ലാന്നുണ്ടെന്നുണ്ടെങ്കിൽ ഈ സ്വാഭാവികമായിട്ടും വിവാഹത്തിന് വേണ്ടി മതപരിവർത്തനം നടത്തേണ്ടി വരും. പിന്നീട് ഒരു കുടുംബജീവിതം തന്നെ സാധ്യമാകാത്ത നിലയിലേക്കൊക്കെ എത്തും. എങ്ങനെ? കാരണം ഒരു പ്രോഗ്രസീവ് ഫാമിലി ആണെന്നുണ്ടെങ്കിൽ മാത്രമേ ഇരുവർക്കും അവരവരുടെ മതവിശ്വാസങ്ങൾക്കനുസരിച്ച് കൊണ്ട് ജീവിക്കാൻ കഴിയുള്ളൂ. ഇതിപ്പോ അങ്ങനെ ഒരു പ്രോഗ്രസീവ് ഫാമിലി അല്ല എന്നുള്ളത് ആ പുരുഷന്റെ പിതാവിൽ നിന്ന് വ്യക്തമായല്ലോ. അല്ല, ഈ ഫാമിലി മൊത്തം പ്രോഗ്രസീവ് ആയിരിക്കണമെന്ന് നിങ്ങൾ എന്തിനാ ഭാഷ പിടിക്കുന്നത്? എനിക്ക് മനസ്സിലാവുന്നില്ല. അല്ല, ആ ഒരു നാളെ അർജുൻ പ്രോഗ്രസീവ് ആണ്, അർജുനെ കെട്ടാൻ പോകുന്ന അശ്വതിയും പ്രോഗ്രസീവ് ആണെങ്കിൽ നിങ്ങൾ ഒരുമിച്ച് ജീവിക്കുന്നതിന് നിങ്ങൾക്ക് അർജുന് കൃത്യമായിട്ട് അറിയാം ഇത്തരത്തിൽ അനാവശ്യ ഇടപെടലുകളെ എവിടെ നിർത്തണമെന്ന് അർജുൻ അറിയാമെങ്കിൽ ഒരു പ്രശ്നം ഉണ്ടാകാൻ പോകുന്നില്ല. ഇതിനൊക്കെ പരിധി ഉണ്ടല്ലോ, ഇടപെടൽ നിർത്താൻ നമ്മൾ ഒരു പരിധിയൊന്നുമില്ല. ഇപ്പൊ രതീഷ് ചക്രവാണിക്ക് ഒരു പരിധിയില്ല. കാര്യമായിട്ട് പറഞ്ഞു, എൻ്റെ വീട്ടിലേക്ക് ആവശ്യമില്ലാതെ ഒരാൾ ഒന്ന് ഒളിഞ്ഞു നോക്കാൻ അത് നിർത്തേണ്ട കാര്യം എനിക്ക് എവിടെയെന്ന് കൃത്യമായിട്ട് അറിയാം, അതുകൊണ്ട് ഒരു പരിധി ഉണ്ടാവില്ല. മനസ്സിലായില്ല? എന്നെ സംബന്ധിച്ച് യാതൊരു കുഴപ്പമില്ല. എൻ്റെ വീട്ടിൽ എൻ്റെ പിതാവ് ഉണ്ടായിരുന്നപ്പോൾ അങ്ങനെ തന്നെയാണ്. കാരണം വെച്ചാൽ ഒരു കുഴപ്പമില്ല. എന്താ കുഴപ്പമുള്ളത്? മിശ്ര വിവാഹം എന്ന് പറഞ്ഞ വാക്ക് തന്നെ തെറ്റാണെന്ന് തന്നെ വിചാരം. മനുഷ്യനും തമ്മിലാണ് കല്യാണം കഴിക്കണം, അല്ലാതെ അവിടെ മിശ്രം എവിടെയുള്ളത്? യാതൊരു പ്രോബ്ലം ഉണ്ടായില്ല. എന്താ ഒരു പ്രോബ്ലം ഉണ്ടാവില്ല? എൻ്റെ വീട്ടിൽ ഞാൻ വിളിച്ചിട്ടുണ്ടെന്നാലും ഒരു പ്രോബ്ലം ഉണ്ടാവില്ല. പക്ഷെ ഞാൻ കല്യാണം കഴിച്ചത് ഈ പറഞ്ഞ പോലെ അതേ സമുദായത്തിൽ നിന്നാണ്. കാരണം എനിക്ക് മറ്റേതിനുള്ള ടൈം കിട്ടിയില്ല അങ്ങനെ ആരെങ്കിലും നോക്കാനായിട്ട്. പക്ഷെ എന്താണ് ഈ പറഞ്ഞ പോലെ, അതാ ഞാൻ പറഞ്ഞത്, നമ്മൾ ഈ പറയുന്ന പ്രോഗ്രസീവ് നേച്ചർ നമുക്ക് പ്രാവർത്തികമാക്കാൻ പറ്റുന്നില്ല പലർക്കും. അല്ല, പ്രോഗ്രസീവ് നേച്ചർ പ്രാവർത്തികമാക്കണമെന്ന് പറഞ്ഞാൽ എനിക്കൊരു പെൺകുട്ടി ഇഷ്ടപ്പെടുന്നു. അപ്പൊ ഇഷ്ടപ്പെടുമ്പോഴത്തേക്ക് ഞാൻ എന്ത് ചെയ്യുന്നു? ഇല്ല, ഇത് എന്റെ സ്വന്തം മതമാണ്, അപ്പൊ ഞാൻ എന്ത് ചെയ്യില്ല, കെട്ടില്ല എന്ന് പറയണു. അതെങ്ങനെ പ്രോഗ്രസീവ് ആണ്? അല്ല, പലരും ഈ പറഞ്ഞ പോലെ അർജുനോട് കടത്തി പറയേണ്ടി വരും. എന്തൊക്കെയാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത്? അല്ല, അതല്ല, അതായത് പ്രോഗ്രസീവ് ആണെന്ന് ഞാൻ കാണിക്കണമെന്നുണ്ടെങ്കിൽ ഞാനൊരു പെൺകുട്ടിയെ എന്ത് ചെയ്യുന്നു, ഞാൻ കല്യാണം കഴിക്കാൻ, എൻ്റെ അറേഞ്ച്ഡ് മാരേജ് ആയിരുന്നു, പക്ഷെ ഞാൻ കല്യാണം കഴിക്കാൻ വേണ്ടി ചെല്ലുന്നു. അപ്പൊ ചെല്ലുമ്പോഴത്തേക്ക് നമ്മുടെ നാട്ടിൽ നിൽക്കുന്ന സിസ്റ്റം അനുസരിച്ച് 2-3 മുസ്ലിം വീട്ടുകളിലേക്ക് വിളിച്ചിട്ട് ഞാൻ അങ്ങോട്ട് വന്നോട്ടെ എന്ന് ചോദിക്കാൻ പറ്റില്ല. പിന്നെ അങ്ങനെ ഉണ്ടായെങ്കിൽ ഞാൻ എന്ത് ചെയ്താൽ അതിന് തയ്യാറായാലേ. പ്രാവർത്തികമാക്കുന്നില്ല എന്ന് താങ്കൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ എങ്ങനെ പ്രാവർത്തികമാക്കണം? അതായത് ഞാൻ പറയണം ഞാൻ അങ്ങനെ ഒരു മതത്തിൽ നിന്ന് മാത്രമേ കല്യാണം കഴിക്കുന്നുള്ളൂ. അതെങ്ങനെ? ബേസിക്കലി ഒരൊറ്റ കാര്യമുള്ളൂ. പ്രോഗ്രസീവ് എന്ന് പറഞ്ഞാൽ എൻ്റെ മനസ്സിലാക്കൽ ഇത്രേ ഉള്ളൂ. താങ്കൾ എന്നെ തിരുത്തിക്കോ, കാരണം താങ്കൾ എന്നേക്കാൾ കൂടുതൽ അറിവുള്ള ഒരാളാണ്, അത് തിരുത്തിക്കോ. എൻ്റെ പ്രധാനപ്പെട്ട വിഷയം എന്ന് പറഞ്ഞാൽ ഞാനൊരു പെൺകുട്ടിയെ ഇഷ്ടപ്പെടുന്നു. ഞാനത് മതം നോക്കുന്നില്ല, ജാതി നോക്കുന്നില്ല, സാമ്പത്തികം നോക്കുന്നില്ല, ഒന്നും നോക്കാതെ ഞാൻ ആ പെൺകുട്ടിയെ ഇഷ്ടപ്പെടുന്നു. എൻ്റെ വേവ് ലെങ്ത്തുമായിട്ട് മാച്ച് ചെയ്യുന്നു, ഞങ്ങൾ ഒരുമിച്ച് സംസാരിക്കുന്നു. അപ്പോൾ അത് കഴിഞ്ഞിട്ടാണ് അവരുടെ മതം ഒരേ മതമാണെന്ന് അറിയണം. അപ്പം തന്നെ ഞാൻ പറയണം പറ്റില്ല, സോറി, ഞാൻ പ്രോഗ്രസീവ് ആണ്, ഞാൻ നിങ്ങളെ കല്യാണം കഴിക്കില്ലെന്ന് പറഞ്ഞു. അല്ല, ഇപ്പൊ സാറിന്റെ കേസിൽ അറേഞ്ച്ഡ് ആയിരുന്നു, ഞാൻ പറയാൻ പറഞ്ഞില്ല. സാറിന്റെ കേസിൽ ഇപ്പൊ അറേഞ്ച്ഡ് ആയിരുന്നല്ലോ, അപ്പൊ സ്വാഭാവികമായിട്ടും ഇതിന് മുന്നേ എല്ലാ സംഭവവികാസങ്ങളും നോക്കി വെച്ച് കാണുമല്ലോ സ്വാഭാവികമായിട്ടും. സംഭവവികാസങ്ങൾ ഞാൻ സമുദായവും കാര്യങ്ങളും എല്ലാം ഫിക്സ് ചെയ്തിട്ടായിരിക്കണമല്ലോ അറേഞ്ച്ഡ് മാരേജുകൾക്ക് മുന്നോട്ട്. അത് ഒരു നാച്ചുറൽ കോഴ്സ് ഓഫ് ടൈമിൽ സംഭവിച്ചൊരു കാര്യമാണ്, മനസ്സിലായോ? അതിന് മുമ്പ് എനിക്ക് ആരെങ്കിലും വേറെ ഏതെങ്കിലും മതങ്ങളിൽ നിന്നോ ജാതിയിൽ നിന്നോ ഇഷ്ടപ്പെട്ട ആരെങ്കിലും ആണ് ഞാൻ കല്യാണം കഴിച്ചിരുന്നെങ്കിൽ എൻ്റെ വീട്ടിലൊരു കുഴപ്പമുണ്ടാവില്ല, മനസ്സിലായോ? അതിലൊന്നും യാതൊരുവിധ പ്രശ്നം ഉണ്ടാവില്ല. പിന്നെ ഇനി അടുത്തൊരു കാര്യം, നമ്മൾ പറഞ്ഞത് പോയിന്റ് അതല്ലല്ലോ, എൻ്റെ ചർച്ചയല്ലല്ലോ. എൻ്റെ ചർച്ചയാണെങ്കിൽ നമുക്ക് വേറെ എടുക്കാം. ഞാൻ പറയുന്നത് ഈ ആളെ സംബന്ധിച്ചിടത്തോളം ആ പയ്യൻ ആ പെൺകുട്ടിയെ ആത്മാർത്ഥമായി സ്നേഹിക്കുന്നു, പ്രണയിക്കുന്നുവെങ്കിൽ കല്യാണം കഴിക്കാൻ വേണ്ടി തീരുമാനിക്കുമ്പോൾ ഒരു ടെക്നിക്കലി ഉള്ള ഒരു പ്രശ്നമുണ്ടായ ടെക്നിക്കലി ഉള്ള പ്രശ്നം എന്ന് പറയുന്നത് ആ പെൺകുട്ടിക്ക് 16 വയസ്സ് കഴിഞ്ഞിട്ടില്ല. ആ 16 വയസ്സ് കഴിഞ്ഞിട്ടില്ലാത്തതുകൊണ്ട് അത് പോക്സോ കേസായി എടുക്കപ്പെടും, അതിന്റെ ശിക്ഷ അനുഭവിക്കേണ്ടി വരും. പക്ഷേ 16 വയസ്സ് കഴിഞ്ഞ് 18 വയസ്സാകുമ്പോഴേക്കും കല്യാണം കഴിച്ചിട്ടുണ്ടെങ്കിൽ അല്ല, ഉറപ്പൊന്നുമില്ല. കാരണം കോടതിയിൽ നിന്ന് തന്നെ അതിന് റിലാക്സേഷൻ ഉണ്ടാവും. അപ്പോൾ അത്തരം കാര്യങ്ങൾ ഞാൻ ഒരുമിച്ചാണ് കൂടെ പോയത്, അല്ലെങ്കിൽ ഒരുമിച്ചാണ് ഈ പറഞ്ഞ പോലെ ഇത് ചെയ്തത്, ഇതെനിക്കറിയാൻ പാടില്ലെന്നൊക്കെ പറഞ്ഞ് ഒരുപാട് എക്സ്ക്യൂസ് പറയാനുള്ള സിറ്റുവേഷൻസ് ഉണ്ട്. പക്ഷെ പ്രധാനപ്പെട്ട കാര്യം ഇത് എന്തുകൊണ്ട് ചർച്ചയാവുന്നു എന്ന് വെച്ചാൽ നാളെ കേരള ഒരു അസറുദ്ദീനും ഒരു മൊണാലിസയും അല്ലെങ്കിൽ ആരെങ്കിലും തമ്മിൽ കല്യാണം കഴിക്കുന്നതിന് അല്ല, ഞാൻ മനസ്സിലാക്കുന്നത് ഇത് വലിയൊരു ചർച്ചയാകുന്നത് എന്തുകൊണ്ടാണ് ശരിക്കും ചർച്ചയാകുന്ന ഒറ്റ കാര്യം കൊണ്ടാണ്. കാരണം CPM-ന്റെ നേതാക്കൾ അതിൽ പങ്കെടുത്തുകൊണ്ട് അല്ല, അത് മാത്രമല്ല നേതാക്കൾ പങ്കെടുത്തുകൊണ്ട് മാത്രമല്ല, നമ്മുടെ നാട്ടിലെ എല്ലാ ഹിന്ദു മുസ്ലിം വിവാഹങ്ങളും ചർച്ചയാണ്. ഹിന്ദു മുസ്ലിം വിവാഹങ്ങൾ ചർച്ചയാണ്, ഹിന്ദു ക്രിസ്ത്യൻ വിവാഹങ്ങൾ ചർച്ചയാണ്. അങ്ങനെ ആകുന്നത് എന്തുകൊണ്ടാണ്? അതാണ് പറഞ്ഞത്, കഴിഞ്ഞ ഒരു 10-20 കൊല്ലമായിട്ട് ഇത് പുരോഗമനപരമായ നിലപാടുകൾക്ക് പകരം
നമ്മുടെ സമൂഹം മതവെറി പൂണ്ടിട്ടുള്ള കുറെ ആളുകൾ ഇതിനു വേണ്ടി ഇറങ്ങിത്തിരിക്കുന്നു എന്നുള്ളതാണ് അപ്പൊ പ്രധാനപ്പെട്ട ചുരുക്കി കാര്യം. പറഞ്ഞു കഴിഞ്ഞാൽ കേരളത്തിലും സമൂഹം മതവെറി പൂണ്ട സമൂഹമാണ്. മതവെറി പൂണ്ട സമൂഹത്തിന്റെ നമ്പർ കൂടിക്കൊണ്ടിരിക്കുകയാണ്, അല്ലാതെ മുഴുവൻ ആളുകളും അങ്ങനെയാണല്ലോ. എന്നാലും നല്ലൊരു പെർസെന്റേജ് മതവെറി പൂണ്ട സമൂഹമാണ്. നല്ലൊരു പെർസെൻറ്റേജ് എന്നൊന്നും പറയാൻ പറ്റില്ല, വളരെ ന്യൂനപക്ഷമായിട്ടുള്ള ആളുകളേ ഉള്ളൂ. പക്ഷെ അവര് ആ നമ്പർ കൂടിക്കൊണ്ടിരിക്കുകയാണ് എന്നുള്ള ആ കാര്യത്തിൽ നമ്പർ ഒരു ഭൂരിപക്ഷത്തിലേക്ക് എത്തുമെന്ന് തോന്നുന്നുണ്ടോ? ഭൂരിപക്ഷത്തിലേക്കൊന്നും എത്താൻ ഒരു സാധ്യതയില്ല. കാരണം ഈ നാട്ടിലുള്ള ബാക്കിയുള്ള ആളുകൾക്കൊക്കെ ഭൂരിപക്ഷത്തിലേക്ക് എത്തൂലെന്ന് പറയാൻ ഞാൻ ആളല്ല. പക്ഷെ ഒരു 10-15 കൊല്ലം കൊണ്ട് ഭൂരിപക്ഷത്തിലേക്ക് എത്താൻ സാധ്യതയൊന്നുമില്ല. പക്ഷെ ഒരു നാട്ടിൽ അപ്പൊ മതമൗലികവാദികൾ ഞാൻ പറയട്ടെ, ഒരു നാട്ടില് ഇപ്പൊ നേപ്പാളിൽ ഒരു കലാപം നടക്കുന്നു, അല്ലെങ്കിൽ മറ്റേ ബംഗ്ലാദേശിൽ കലാപം നടക്കുന്നു എന്നൊക്കെ പറയുമ്പോൾ പോലും നമ്മൾ അറിയേണ്ടത് അവിടുത്തെ 90% ആളുകളും മര്യാദക്കാരായിട്ടുള്ളവർ വീട്ടിലിരുന്ന് ഈ പറഞ്ഞ പോലെ മറ്റേ ദാലും ചപ്പാത്തിയും കഴിച്ചിട്ട് കിടന്നുറങ്ങുന്നവരുമാണ്. 10% നടത്തിയാൽ 10% എത്തുമ്പോൾ ഇത് വലിയ ഭൂരിപക്ഷമായിട്ടൊക്കെ നമുക്ക് തോന്നും എന്ന് മാത്രമേ ഉള്ളൂ. അല്ലാതെ വേറെ അതിൽ കഥയൊന്നുമില്ല. ഭൂരിപക്ഷം ഒന്നും ഒരിക്കലും ആകാൻ പറ്റില്ല. പക്ഷെ ഈ ആളുകൾക്ക് വലിയ തോതിലുള്ള ഒരു പ്രയോറിറ്റി കിട്ടുന്നതായിട്ട് നമുക്ക് തോന്നും. ഇപ്പൊ അരിയും മലരും കുന്തിരിക്കവും കരുതി വെച്ചോഴാന്ന് പറഞ്ഞ് ജാഥ വിളിച്ചിട്ടുണ്ടേ പോലെ ആയിരക്കണക്കിന് ആളുകൾ ഉണ്ടായില്ലേ. അവർ സംഘടിതമായതുകൊണ്ട് നമുക്ക് അങ്ങനെ തോന്നും. പക്ഷെ ഭൂരിപക്ഷം ഒന്നും അവരല്ല. മനസ്സിലായി? കോഴിക്കോട് ഉണ്ടായിട്ടുണ്ട്. ഭൂരിപക്ഷം ഒന്നും അവരല്ല, പക്ഷെ അത് സംഘടിതമായിട്ട് നമുക്ക് തോന്നും. ആ തിളപ്പ് കുറച്ച് കഴിയുമ്പോൾ അല്ല, ഇത്തരം തരത്തിലുള്ള മതമൗലികവാദികളെ മതേതര വിശ്വാസികൾ നിലക്ക് നിർത്തുന്നില്ല എന്ന് തോന്നിയിട്ടുണ്ടോ? അല്ല, അതിന്റെ വലിയ പ്രശ്നമുണ്ട്. ആ പ്രശ്നം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഈ മത മൗലികവാദം എന്ന് പറയുന്നത് അസ്ഥിക്ക് പിടിക്കുന്ന ഒരു ലഹരിയാണ്. അതേസമയം മതേതരത്വം എന്ന് പറയുന്നത് അങ്ങനെ ലഹരിയല്ല. അതുകൊണ്ട് അവർ കുറച്ചുകൂടി വിവേകപൂർണ്ണമായിട്ടുള്ള പെരുമാറ്റം ഉണ്ടാവുള്ളൂ. അല്ല, പറഞ്ഞുതരാം. ഇപ്പൊ ഒരു കാര്യം പറയാം. ഇപ്പൊ മദ്യപിച്ച് ഒരാൾ ബഹളം ഉണ്ടാക്കുന്നു എന്ന് നമ്മൾ കേൾക്കാറുണ്ടല്ലോ. അപ്പൊ നമ്മൾ നേരെ തിരിച്ച് ചിന്തിച്ച് നോക്കും, മദ്യപിക്കാത്തവരൊക്കെ കൂടി ഈ പറയുന്ന പോലെ ബഹളം ഉണ്ടാക്കി കഴിഞ്ഞാൽ മദ്യപിക്കുന്നവന്റെ ബഹളം ഇല്ലാതായി പോകും. പക്ഷെ പ്രധാനപ്പെട്ട പ്രശ്നം അങ്ങനെ മദ്യപിക്കാത്തവരൊക്കെ കൂടി ചേർന്നുകൊണ്ടൊരു പ്രശ്നം ഉണ്ടാക്കില്ല. കാരണം എന്താ? അവർ കുറച്ചുകൂടി സ്റ്റേറ്റ് ഓഫ് മൈൻഡിൽ കൃത്യമായി ആലോചിച്ച് വിവേകപൂർവ്വമായ തീരുമാനം എടുക്കുന്നവരാണ്. പക്ഷെ നമ്മൾ റോട്ടിൽ കാണുന്നത് മദ്യപിച്ചിട്ട് ഇടി കൂടുന്ന വഴക്കുണ്ടാക്കുന്ന ആളുകളായിരിക്കും എന്ന് പറഞ്ഞാൽ അത് വേണമെങ്കിൽ അമർച്ച ചെയ്യാൻ പറ്റും. 90% ആളുകൾ സംഘടിച്ചിട്ട് ഇറങ്ങിയാൽ മതി. പക്ഷെ അങ്ങനെ ഇറങ്ങൂല. അതാണ് അതിന്റെ പ്രധാനപ്പെട്ട കാര്യം. അതുകൊണ്ട് ഈ മദ്യം പോലെ തന്നെ ഇതുപോലെ തന്നെയുള്ള ലഹരിയും അഡിക്ഷനും ഒക്കെ ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ്, തീവ്രത ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ് ആ മതം എന്ന് പറയുന്നത്. മതം മാത്രമല്ല, ശരിക്കും പറഞ്ഞാൽ മതം, ദേശീയത, ഇത്തരം കാര്യമൊക്കെ വലിയ തോതിൽ നമുക്ക് ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ്. ഐഡിയോളജികൾ ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ്. ആൽബൈൻ കമ്മ്യൂവിന്റെ പ്രശസ്തമായിട്ടുള്ള ഒരു നാടകമുണ്ട്. ആ നാടകത്തിൽ പറയുന്ന ഒരു കാര്യമുണ്ട്, മുഖങ്ങളെ സ്നേഹിക്കാനാണ് നമുക്ക് ഇഷ്ടം, പക്ഷെ നമ്മൾ സ്നേഹിക്കേണ്ടത് പ്രത്യയശാസ്ത്രത്തിനെയാണ് എന്ന് പറയുന്ന വാചകമുണ്ട്. അത് കറക്റ്റാണ്. ആ പ്രത്യയശാസ്ത്രങ്ങൾക്ക് വേണ്ടി ആളുകൾ മരിക്കാൻ തയ്യാറാവും. ഇപ്പൊ ഒസാമ ബിൻ ലാദന്റെ ഒപ്പം എന്തുകൊണ്ടാണ് ആളുകൾ എന്ത് ചെയ്തത്, കൂടെ നിന്നത്, മരിക്കുമെന്ന് ഉറപ്പുണ്ടായിട്ടും എന്ന് ചോദിച്ചാൽ വലിയൊരു കാര്യമാണ്. 2ാം ലോക മഹായുദ്ധം ഉണ്ടാകുമ്പോൾ പാറ്റൻ ടാങ്കുകൾക്ക് മുകളിലൂടെ താഴേക്ക് വന്ന് സ്വന്തം വയറിലും നെഞ്ചത്തും ഒക്കെ ബോംബ് കെട്ടിവെച്ചുകൊണ്ട് ആളുകൾ എന്തുകൊണ്ടാണ് ആ പാറ്റൻ ടാങ്കുകളിലേക്ക് ചാടിയത് എന്ന് ചോദിച്ചാൽ അതൊരു തീവ്ര ദേശീയതയാണ്. എന്ന് പറഞ്ഞാൽ അപ്പുറത്തുള്ളവന് മനുഷ്യനാണ്, നമ്മൾ മനുഷ്യനാണെന്ന് കാണുന്നതിന് പകരം നമ്മൾ അറിയാതെ നമ്മുടെ ഉള്ളിൽ ഒരു വലിയ തീവ്രദേശീയത രൂപപ്പെടുന്നതാണ്. അത് യുദ്ധമുണ്ടാകുമ്പോൾ ഉണ്ടാവാറുണ്ട്, അത്തരത്തിലുള്ള കാര്യങ്ങൾ ഉണ്ടാവാറുണ്ട്. പലപ്പോഴും മറ്റൊരുത്തരെ കൊല്ലാൻ ഒരു ആളും ഇഷ്ടപ്പെടില്ല. പക്ഷേ ശത്രുരാജ്യത്തെ ഒരു പട്ടാളക്കാരനെ നമ്മൾ വെടിവെച്ച് വീഴ്ത്തുമ്പോൾ നമ്മൾ വീരചക്രം മേടിക്കുകയും നമ്മുടെ മനസ്സിൽ ഒരു കുറ്റബോധം ഉണ്ടാകാതിരിക്കുകയും എന്തുകൊണ്ടാണ് നമ്മൾ നെഞ്ചും പിരിച്ചിരുന്ന ആ പതക്കം ഏറ്റുവാങ്ങുകയും ചെയ്യുന്നത് എന്ന് ചോദിക്കുമ്പോൾ ഒരൊറ്റ കാര്യമേ ഉള്ളൂ, നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ വളരുന്നത് മറ്റൊരു വികാരമാണ്. അത് ഐഡിയോളജികളുടെ കാര്യത്തിലുണ്ട്, പ്രസ്ഥാനങ്ങളുടെ കാര്യത്തിലുണ്ട്. ലോകത്തിലെ ഏറ്റവും വലിയ തീവ്രവാദ പ്രസ്ഥാനം എന്ന് പറയുന്നത് LTT ആയിരുന്നു. അതിന്റെ കാരണം എന്തുകൊണ്ടാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവർക്കാണ് വലിയ ചാവേർ ഗ്രൂപ്പുകൾ ഉണ്ടായിരുന്നത്. അതായത് ഞാൻ മരിച്ചോട്ടെ പക്ഷെ അവരെ കൊല്ലും എന്ന് പറയുന്ന ഗ്രൂപ്പുകൾ ഉണ്ടായത് ആദ്യം അവർക്കാണ്. അപ്പൊ അത്തരത്തിലുള്ള പല ഐഡിയോളജിക്കലായിട്ടുള്ള ബാരിയറുകളുണ്ടാവും. അത്തരത്തിലുള്ള ഒരു കിക്ക് കിട്ടുന്ന ഒരു സാധനം കൂടിയാണ് ഈ മതമൗലികവാദം എന്ന് പറയുന്നത്. അതേസമയം മതേതരത്വത്തിന് ആ കിക്കില്ല. മനസ്സിലായോ? ഇപ്പൊ നമ്മള് സ്പിരിറ്റ് എന്ന് പറഞ്ഞ സിനിമയിൽ മോഹൻലാൽ പറയുന്ന ഒരു ഡയലോഗ് ഉണ്ട്, ഒരു കുപ്പിക്കകത്ത് നിറച്ചിട്ടുള്ള ഒരു സ്പിരിറ്റിനേക്കാൾ, അല്ലെങ്കിൽ ആ സ്പിരിറ്റ് ഒന്നും എന്നെ ബാധിക്കില്ല, കാരണം ചുറ്റും നിൽക്കുന്ന ആളുകളെ സ്നേഹിക്കുകയും പ്രണയിക്കുകയും ചെയ്യുന്നതാണ് എൻ്റെ സ്പിരിറ്റ് എന്ന് പറയുന്നത്. പലപ്പോഴും നമ്മളൊന്ന് ആലോചിക്കുകയും ഒരു ജോലിയെ സ്നേഹിക്കുകയും അതിനെ പ്രണയിക്കുകയും അതിലേക്ക് ഡെഡിക്കേറ്റഡ് ആവുകയും ചെയ്യുന്ന ആളുകളുടെ നമ്പർ കുറയുകയും ഇതൊരു വർക്ക് മാത്രമാണ്, ഇത് കഴിഞ്ഞാൽ നമുക്ക് റിലാക്സേഷൻ ആണ് മുഖ്യം എന്ന് വിചാരിക്കുന്ന ആളുകളുടെ നമ്പർ കൂടുകയും ചെയ്യുന്നത് മനുഷ്യൻ്റെ ഉള്ളിൽ തന്നെ ഇത്തരത്തിൽ നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളോട് വലിയ തോതിലുള്ള ഒരു അനുഭാവപൂർവ്വമായിട്ടുള്ള സമീപനമുണ്ട്. അതിനെ ഓവർകം ചെയ്യുന്നവരാണ് വിജയിക്കുന്നത് എന്നുള്ളതാണ് വാസ്തവം. ഇതിന്റെ കാര്യത്തിലും അതാണ്. പക്ഷെ ഒരു വലിയൊരു ചെറിയ ന്യൂനപക്ഷം മാത്രമാണ് ഇതൊക്കെ, അല്ലേ? ആയിക്കോട്ടെ, അവരാണ് ഈ ഭൂമിയെ നിലനിർത്തുന്നത്.